ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് വെമ്പിളി വാട്ടർഫോൾസിലേക്കാണ്. അതുകൊണ്ട് നേരം വെളുത്തപ്പോൾ തന്നെ വണ്ടി എടുത്തിറങ്ങി വേറെ തന്നെ വിളിക്കാനായിട്ട് അവൻ്റെ വീട്ടിൽ ചെന്നു. ഈ ചങ്ങായിയാണ് രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് അവൻ വന്നു, അവനെ കണ്ട് ഞാൻ ഞെട്ടി. അവനേതോ കടയിൽ പോകാൻ വന്നവരാണ് വണ്ടി എടുക്കാൻ ഇറങ്ങിയത്. ലാസ്റ്റ് അവനെ വിളിച്ചുകൊണ്ട് പെട്രോൾ പമ്പിൽ കയറി 100 രൂപയുടെ പെട്രോൾ അടിച്ച് പോകാൻ തുടങ്ങി. ഇത് മുണ്ടക്കൻ ടൗണിൽ നിന്ന് കൂട്ടിക്കൽ റോഡാണ് നമ്മൾ പോകുന്നത്. അവൻ്റെ സ്കില്ല് കണ്ട് ഞാൻ തന്നെ ഞെട്ടി. ഇവൻ ഡ്രൈവിങ്ങിൽ ഇത്ര പ്രോ ആണെന്ന് ഞാനിപ്പോൾ തന്നെ അറിഞ്ഞത്. അവൻ ഏതോ വണ്ടിയുടെ ഇടയിൽ കൂടെ ഒക്കെ കയറി ലാസ്റ്റ് ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊല്ലാതെ കൊണ്ടുപോകാൻ തുടങ്ങി. ഇനി ഒറ്റ മൈൻഡ് വെമ്പിളി. പോകുന്ന വഴിക്ക് മാനത്തേക്ക് നോക്കിയപ്പോൾ തന്നെ കാര്യം പൊടി കിട്ടി. ഇന്നത്തേക്ക് മഴയായി. ചെങ്ങാട് ഒടുക്കത്തെ മോട്ടിവേഷൻ കാരണം ഒറ്റ മൈൻഡിൽ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വെച്ച്. ഇത് കൂട്ടിക്കൽ ടൗണിൽ നിന്ന് നേരെ റൈറ്റ് എടുത്ത് നമ്മൾ ചെറിയൊരു പാലം കയറി ആറൊക്കെ കണ്ട് സ്ട്രെയിറ്റ് പോകാമെന്ന് വെച്ച്. അവൻ്റെ പറപ്പിക്കലൊക്കെ കണ്ട കയ്യിലിരിക്കുന്നത് ജെറ്റാന്ന് തോന്നുന്നു. യൂണിയൻ ബാങ്കാണേ, നോക്കണ്ട. ഇതൊക്കെ എൻ്റെ വീഡിയോഗ്രാഫിയുടെ സ്കില്ല് മൂലം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇങ്ങനൊരു ബോർഡ് കാണാം. ബോർഡ് ഇപ്പം കാണിച്ചു തരാവേ. ഇപ്പോൾ എത്തും ഇതെത്തി. ഇത് വെമ്പിളി ലെഫ്റ്റ് എന്നുള്ളത്. സംഗതി ലെഫ്റ്റ് എന്ന് കണ്ടാലും എൻ്റെ ടെക്നോളജി കൊണ്ട് ഞാൻ എടുത്ത് റൈറ്റാണ്. ശരിക്കും ലെഫ്റ്റ് പോയി ചെറിയ മഴ തുടങ്ങി. റെയിൻകോട്ട് ഇട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പകുതി വഴി എത്തിയപ്പോഴത്തേനും മഴ കാരണം പെട്ടു ഗൈസ്. അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ഈ കാണുന്ന തൂക്കുവാലം കണ്ടത്. എന്നാൽ പിന്നെ അവിടെ കുറച്ച് നേരം കയറി നിന്നേക്കാന്ന് വെച്ച് മഴയത്ത് അതിൻ്റെ പൊക്കത്ത് കുറേ നേരം വലിഞ്ഞ് കയറി നിന്ന് സംഭവം കൊള്ളാട്ടം, നല്ല ആട്ടമുണ്ട്. അവിടെ കുറേ നേരം നിന്ന് വായുമുളന്ന് നിന്ന് മഴയും കൊണ്ട് അവിടുന്ന് വീണ്ടും അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇങ്ങനൊരു ബോർഡ് കാണും. ഇതൊരു പാലാണേ, ഇപ്പം കാണിച്ചുതരാം. ഇത് അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് വന്നത് ഇങ്ങനെ ഒരു റോഡ്. ഇവിടുന്ന് നേരെ പൊക്കത്തോട്ട് പോകണം. ഫുൾ ഓഫ് റോഡാണ്. ഡ്രൈവിങ്ങിൽ അത്രയും പ്രോ ആയതുകൊണ്ട് പറ്റാവുന്ന എല്ലാ കുഴിയിലും ചാടി. ഓഫ് റോഡ് കയറുക എന്ന് പറഞ്ഞാൽ ടാസ്ക് എന്ന് വെച്ചാൽ അത്രയും ടാസ്ക്കായിരുന്നു. ഫുള്ള് കയറി ഇതിൻ്റെ പൊക്കത്ത് ചെല്ലണം. കയറി ഫുള്ള് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഒരു സൈൻ ബോർഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ സൈൻ ബോർഡ് തപ്പിയാണ് നടക്കുന്നത്. തപ്പി ലാസ്റ്റ് കണ്ടുപിടിച്ച് ഇതാണിത്. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് താഴോട്ട്. ആ കണ്ടൊരു ട്രാൻസ്ഫോമറാണ്, കണ്ടുണ്ട്. ഇവിടെ നേരെ താഴോട്ട്. നല്ല റോഡായിരുന്നു. ബ്രേക്കില്ലാത്ത വണ്ടി ആയതുകൊണ്ട് താഴെ പോകുന്നുള്ള പേടി എന്തായാലും ഇല്ല. ആ കാണുന്നതായിരുന്നു ഡെസ്റ്റിനേഷൻ. ഇനി ഞാൻ എടുക്കുന്നതാണ് കുറച്ച് എൻ്റെ എസ്തെറ്റിക് സെൻസ് ഉപയോഗിച്ച് ഞാൻ എടുക്കുന്ന കുറച്ച് ഷോർട്സാണ്. കാണിച്ചു തരാം. കണ്ട വെള്ളം വരുന്നത്. ഈ കാണുന്ന അതിൻ്റെ സൈഡിലുള്ളൊരു അമ്പലം കേട്ടോ. ആൾക്കാരൊക്കെ വരും. ഇനി ഇവിടുന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ പൊക്കത്തോട്ട് വലിഞ്ഞു കയറുന്നതാണ് ഈ കാണുന്നത്. എങ്ങാനും താഴെ പോയിരുന്നെങ്കിൽ ഏതെങ്കിലും കല്ലിൽ ഞാൻ ഇരുന്നേനെ. കൂടെ അവനും. ഈ ചങ്ങായിയാണ് ബൂസ്റ്റ് കുടിച്ച മാതിരി 100-110 മേളിലേക്ക് ഓടി കയറിപ്പോയി. ഞാനോ ഇതിൻ്റെ പൊക്കത്തൊന്ന് എത്തിപ്പെട്ട് 2 റീലെടുക്കാനും ഒരു ഷോട്ട് എടുക്കാനും ഉള്ളപ്പോൾ കത്രപ്പാടാണ്. ലാസ്റ്റ് മേളിലെത്തി എടുത്ത് കാണുന്ന വീഡിയോസാണ് ഇതൊക്കെ. കുറച്ച് റീലെടുക്കാൻ വേണ്ടി പട്ടി ഷോ കാണിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അതുകൊണ്ട് ആ ക്ലിപ്പ് എടുത്ത് കാട്ടിക്കളഞ്ഞു. അവിടുന്ന് നേരെ താഴെ ഇറങ്ങി. ഇതതിൻ്റെ ഒരു വ്യൂ, ഇത് മറ്റേ വ്യൂ. അങ്ങനെ ഇന്നത്തേക്കുള്ളതായി. അപ്പോൾ ഓക്കെ, ബൈ.